ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, കട്ടല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പാല് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിയോ അതേപോലെ കറിവേപ്പില പച്ചമുളകോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. എല്ലാ സമയവും നമ്മൾ മുട്ട ബാലൻസ് ഒരുപാടെണ്ണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മക്കളെ പറ്റിക്കാൻ പറ്റിയൊരു അടിപൊളി ഓംലേറ്റ് തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ കട്ടി കുറയേയില്ല, ഓംലേറ്റിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പോവുകയില്ല കേട്ടോ. അപ്പോൾ അവരെ പറ്റിക്കാൻ പറ്റിയൊരു അടിപൊളി ഓംലേറ്റ് തന്നെയാണ്. അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ടിപ്സ് തന്നെയാണിത്. അപ്പോൾ കണ്ടോ, 2 മുട്ട വെച്ചിട്ട് ഒരു 4-5 നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ഓംലേറ്റ് ആണ് ഞാനിവിടെ കാണിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മുട്ട ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ അങ്ങോട്ട് പോവില്ല. നമ്മൾ പത്തിരിപ്പൊടി ചേർത്ത് വിചാരിച്ച് അത്ര പെട്ടെന്ന് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ പയർ, അതേപോലെ കടല, മമ്പയർ, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ബോട്ടിലിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും കടലയും മമ്പയറൊക്കെ ആകുമ്പോൾ ചെള്ളൊക്കെ നിറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരിവേപ്പില മുമ്പിട്ട് വെച്ച് ഞാൻ ജസ്റ്റ് ഇത് കറി വെക്കാൻ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പിലിൻ്റെ തണ്ടാണ് കേട്ടോ ഇത്. കുറച്ച് ദിവസം മുമ്പ് ഇട്ടതാണ്, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലുള്ള പ്രാണികളൊന്നും വരൂല കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അതിൽ പ്രാണി ഉണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് അതൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ ഇട്ടൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഇട്ടെടുത്തതിൽ ഒരു കാര്യം ഉണ്ടാവില്ല, അതിൽ പ്രാണികളൊക്കെ നിറഞ്ഞു നിൽക്കുക. ഇനി അടുത്ത 3-മത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാല്ലേ. നമ്മൾ പാലൊക്കെ കാച്ചുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാകുമ്പോൾ ചിലപ്പോൾ എന്താവും, അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പാത്രം എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. കഴുകിയിട്ട് പാലൊഴിച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, പാലൊഴിച്ചിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാത്രത്തിനൊരു നനവ് എന്തായാലും വേണം. നമ്മൾ കഴുകി ഉടനെ അത് എന്ത് ചെയ്യുക, അതിലേക്ക് പാലൊഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താവും, നമ്മളെ പാല് അടുക്കി പിടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതേപോലെ ഒരു മരത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ ഒന്ന് മാറുകയാണെങ്കിൽ തെളിച്ച് കേടി ചിന്തയില്ല, ഇതേപോലെ തെളിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി 4-മത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഈ ടിപ്സുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലേ, എന്നാലും നമുക്ക് അറിയുന്നതല്ലേ പറഞ്ഞു തരാൻ കഴിയൂല്ലേ. അപ്പോൾ അതിനി ഇതാക്കുന്ന നോക്കിയേ, കറീൻ്റെ പാത്രമാണ് കേട്ടോ. അടിക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നത് നമുക്കൊന്നൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് ഒരു അരമണിക്കൂർ അവിടെ വെച്ചാൽ മാത്രം മതി കേട്ടോ. ബേക്കിംഗ് പൗഡറോ അതേപോലെ വേറെ എന്തെങ്കിലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചാൽ മാത്രം മതി. ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ എന്താവും, ഈ കരിഞ്ഞ ഈ കറകളൊക്കെ ഒന്ന് ഇളകി വരും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് അരച്ച് കഴുകിയാൽ മാത്രം മതി കേട്ടോ. വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് അരച്ച് കഴുകിയാൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് 5-മത്തെ ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്നലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇതേപോലെ മാവ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. പഴമുള്ളിലില്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും അതേപോലെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ബാക്കി വരികയാണെങ്കിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചായൻ്റെ കൂടെ, കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് 6-മത്തെ ടിപ്സ് എന്താണെന്ന് നോക്കേ.
അടുത്തതായിട്ട് പരിപ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ഭക്ഷണത്തിന്റെ രുചി എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു ടിപ്സ് ഉള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഞാൻ പരിപ്പിലേക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, അതേപോലെ കറിവേപ്പില, മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ വെല്ലുള്ളി അതേപോലെ ഒരൊറ്റ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് തേങ്ങ അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാം ഓരോന്ന് വെച്ചിട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, എന്നാൽ ഈ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാനൊരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. അധികം ആവശ്യമില്ലല്ലോ, മഞ്ഞൾപ്പൊടിയല്ലേ, കൂടുതൽ ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും പരിപ്പ് കറി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പരിപ്പ് കറി ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുള്ള ഒരു പരിപ്പ് കറിയാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഒരേപോലെ തന്നെ പരിപ്പ് കറി കഴിച്ചാൽ എങ്ങനെയാണെന്ന് ഇതേപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു അരമുറി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കുകയാണെങ്കിൽ നമ്മളെ കറി പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അധികം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറ് ചുവത്തിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഒന്ന് തിളച്ച് വരുന്നുണ്ട്, ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറി തന്നെയാണ്. പരിപ്പ് കറി എല്ലാവരും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കലുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇതേപോലെ തയ്യാറാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി 7ാമത്തെ ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ആയിക്കോട്ടെ, നെയ്ച്ചോറായിക്കോട്ടെ, സാധാ ചോറായിക്കോട്ടെ, ഏത് ചോറാണെങ്കിലും പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇഡ്ഡലി ചെമ്പിലിട്ടൂടെ, അല്ലെങ്കിൽ പൊട്ടുംകുറ്റിയിലിട്ടൂടെ എന്നൊക്കെ അല്ലേ. അതിലൊക്കെ കുറച്ച് ഇട്ടല്ലേ ചൂടാക്കാൻ പറ്റും. ഇത് ഒരുപാട് ചോറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ചോറ് പാത്രത്തിലിട്ടെടുത്തതിന് ശേഷം നടുക്കൊരു കുഴി ഇതേപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, മൂടി കൊടുക്കുക കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ചോറൊന്ന് മൂടി വെച്ചതിന് ശേഷം വേറെ ഒരു പാത്രം വെച്ച് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇളക്കി കൊടുത്തുകയാണെങ്കിൽ ഈ ഒരു ചോറ് എന്താവും, വെള്ളം പുളിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആവി വരുന്നത് കാണാം. പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ റെഡി ആവില്ല കേട്ടോ. നന്നായിട്ട് തന്നെ മുകളിലേക്ക് ആവി വരും. ആ ഒരു സമയം ആകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും 20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ആക്കുന്നത്. അപ്പം ആണ്ടോ നല്ല രീതിയിൽ തന്നെ അത് ആവി വന്നുണ്ടോ. മുകളിൽ നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ മുകൾ ഭാഗവും നന്നായിട്ട് ചോറെന്താവും, ചൂടാവും കേട്ടോ. അപ്പം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായതിന് ശേഷം വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായില്ല ഏതും ഭാഗം നമ്മൾ ചൂടാവാതെ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയ ചോറാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് അടുത്തതായിട്ട് 8ാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിന് ഇതേപോലെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പത്തിരി എന്താവും, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പത്തിരിയായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക.
നമ്മൾ ഉപ്പിടുന്ന ആ ഒരു സമയം തന്നെ ഒരു അല്പം ഓയിലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും വെള്ളത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത്, നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിലൊക്കെ പത്തിരിപ്പൊടി ഒട്ടിപ്പിടിച്ച് ആകെ നാശമാവൂലേ. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിലൊക്കെ കഴുകി നമ്മളത് ഉരച്ച് പോക്കാനൊക്കെ ഭയങ്കര പണിയാണല്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ പത്തിരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ചൊന്ന് ചൂടാറുക, അധികം ചൂടാറാൻ പാടില്ല കേട്ടോ. അധികം ചൂടാറിയാൽ നമ്മൾ പത്തിരി കുഴച്ചെടുക്കാൻ ഭയങ്കര അതിന് ശേഷം എന്ത് ചെയ്യുക, അതേപോലെ ഒരു കയ്യിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ഇളക്കിയതാണ് എങ്കിലും ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ ഒന്ന് നനച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു തുള്ളി പോലും നമ്മളെ കയ്യിൽ എന്ത് ചെയ്യൂല, പത്തിരിപ്പൊടി ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ അതേ നോക്കി കൈമേൽ തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല, അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മറ്റു നമ്മളെ കൈമേൽ നന്നായിട്ട് പൊടി അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്രക്ക് പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, അതേപോലെ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്ത് അതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ എൻ്റെ കയ്യിൽ തീരെ ഒട്ടിപ്പിടിച്ചില്ല, കണ്ടോ. കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി അഥവാ നമ്മളെ കയ്യിൽ ഈ ഒരു പൊടി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ കുറച്ച് പൊടി കൈമിൽ പരത്തി എടുക്കുന്നുണ്ട്. ഇതേപോലെ ചില സമയം നമ്മൾ പിന്നെ പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ലൂസായി പോയാലൊക്കെ കാണില്ല, നമ്മളെ കൈമിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കുക. ഇനി അഥവാ പിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് ഇത് പോകാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഞാൻ കൈമിൽ ഒന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി എടുക്കുക കേട്ടോ. കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തായാലും വേണ്ടില്ല കേട്ടോ. കൈ ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് വടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ എത്ര പെട്ടെന്ന് അത് നീറ്റായിട്ട് വരുന്നത് നോക്കിയേ. നമ്മൾ സ്ക്രബ്ബറോ എന്തെങ്കിലും ഇട്ട് ഉരച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ അല്ലേ. പക്ഷേ ഒരു കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് നീക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ കൈമേൽ ഇതേപോലെ ആവുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നൈസ് പത്തിരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചൂടായതിന് ശേഷം കല്ല് ചൂടായതിന് ശേഷം പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ ആദ്യത്തെ മറിച്ചിടുക കേട്ടോ. അതിന് ശേഷം പിന്നെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് ഇതേപോലെ ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ നമുക്ക് പൊള്ളാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഒരുപാട് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടാൽ നമ്മളെ പത്തിരി പൊള്ളി കിട്ടൂല കേട്ടോ. അപ്പോൾ കണ്ടതാ ഇതേപോലെ ചെറിയ ബബിൾസ് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാക്കുന്ന പത്തിരി നന്നായിട്ട് ഇവിടെ പൊള്ളി വരുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പത്തിരി ഹാർഡായി നല്ല കട്ടിയായി പോകും കേട്ടോ. ഇനി അടുത്ത 9ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് കോഫി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കോഫി പൗഡർ ചായപ്പൊടി ഇടുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് പാലിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. വേറൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കോഫി പൗഡർ എടുക്കുക. അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാൽ ഇതിലേക്ക് ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം ഒന്ന് മുകളിലേക്ക് പൊക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അല്ലാതെ നമ്മൾ ചായപ്പൊടി ഇടുമ്പോൾ നമ്മൾ പാലിലേക്ക് ഇട്ടാൽ കോഫിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശക്തിയിൽ നമ്മൾ മുകളിലേക്ക് പൊക്കിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ആറ്റിയിട്ട് 2-3 പ്രാവശ്യം എടുത്താൽ നല്ല അടിപൊളി കോഫി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു ടിപ്സുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.